അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. നമ്മളിൽ പലരും നാട്ടിലില്ലാത്തവർക്ക്, അതായത് വിദേശത്തൊക്കെ ഉള്ളവർക്ക് അവരുടെ അടുത്തേക്ക് ആരെങ്കിലും പോകുമ്പോൾ എൻ്റെ സലാം പറയണമെന്ന് സലാം പറഞ്ഞേക്കാറുണ്ടല്ലോ. അതിൻ്റെ വിധിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്ഥലത്തില്ലാത്തവന് സലാം പറഞ്ഞേക്കൽ സുന്നത്താണ്. അത് നിശ്ചിത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കൽ അതുമായി പോയ ദൂതന് നിർബന്ധമാണ് താനും. അതായത് നമ്മൾ ഒരാളോട് സലാം പറഞ്ഞ് എൻ്റെ സലാം അവനോട് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറയുക എന്ന് പറഞ്ഞ് പോയാൽ പോരാ. അത് ഏറ്റെടുത്തിയാക്കി നമുക്ക് പറയൽ സുന്നത്തേ ഉള്ളൂ. പക്ഷേ അത് ഏറ്റെടുത്തിയാൽ മറ്റേയാളോട് ചെന്ന് പറയൽ നിർബന്ധമാണ് എന്നാണ് എൻ്റെ മസല. കാരണം അതൊരു അമാനത്ത്, വിശ്വസിച്ചേൽപ്പിച്ച സാധനമാണ്. അമാനത്താണെങ്കിൽ വീട്ടിൽ നിർബന്ധവുമാണ്. അപ്പോൾ ഇവിടുന്ന് ദുബായിലുള്ള ഒരാൾക്ക് വേറൊരാൾ അവിടത്തേക്ക് പോകുന്ന ഒരാളോട് സലാം പറഞ്ഞേക്കുകയാണെങ്കിൽ അത് അയാളെ കൊണ്ടുപോയിട്ട് ഇന്നയാൾ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കൽ നിർബന്ധമാണ്. ആ അമാനത്ത് സലാം വാക്കുകളിൽ തൃപ്തിപ്പെട്ട് അവൻ ഏറ്റെടുത്താലാണ് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാവുക. അത് നിർബന്ധമാകുന്ന ഇതൊറ്റ കാര്യം കൊണ്ട്. ഇല്ലെങ്കിൽ അയാൾ ആദ്യം മറ്റേയാളോട് പറയണം, ഞാൻ ചിലപ്പോൾ അയാളെ കാണാൻ സാധ്യതയില്ല, എന്നോട് നിങ്ങൾ സലാം പറയണ്ട, പറഞ്ഞു ഏൽപ്പിച്ചാൽ എനിക്ക് പറഞ്ഞ് എത്തിക്കാൻ കഴിയില്ല എന്ന് അയാൾ പറയണം. എത്തിച്ചു കൊടുക്കൽ അയാൾ നിരസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിർബന്ധമില്ല കേട്ടോ. അയാൾ നിരസിച്ചു, അയാൾ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഇപ്പം ചിലപ്പോൾ പലരും ഇങ്ങനെ മക്കയിലേക്കൊക്കെ അല്ലെങ്കിൽ മദീന ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആൾക്കാരോട് അധികം ആളുകളും പറയാറുണ്ട്, റസൂലുള്ളാഹിന്റെ അടുത്ത് എൻ്റെ സലാം പറയണം. അങ്ങനെ പറയാൻ പറ്റുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് എൻ്റെ നാട്ടിലുള്ള ഇന്ന് വീട്ടിലെ മുസ്തഫ അങ്ങക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്ന് എന്നെ പറയണം. അത് അമാനത്താണ്. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ ചെന്നിട്ട് അങ്ങനെ തന്നെ തിരിച്ചു പോന്നാൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അമാനത്ത് വീട്ടിൽ നിർബന്ധമാണ്. മിണ്ടാതിരുന്നാലും ഇപ്രകാരം തന്നെ. ഇനിയിപ്പോൾ ഒരാളിങ്ങനെ ഇത് ഏൽപ്പിക്കുന്ന സമയത്ത്, അതായത് എനിക്ക് വേണ്ടി സലാം പറയണമെന്ന് പറഞ്ഞ സമയത്ത് മിണ്ടാതെ നിന്നു, എന്നാലും ഏറ്റെടുത്തായിട്ട് പരിഗണിക്കൂല. ഏറ്റെടുത്താൽ അവിടെ സലാം കൊണ്ട് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകും. ഇല്ലെങ്കിൽ നിർബന്ധമില്ല എന്നർത്ഥം. സലാം കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ടവൻ അത് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണെന്നാണ് ഫുഖഹാക്കളിൽ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം. ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ഇതേ അഭിപ്രായം തന്നെയാണ്. സലാം പറഞ്ഞയച്ച രൂപത്തിൽ ആർക്കാണോ പറഞ്ഞയച്ചത് അവൻ താമസം വിന വാക്ക് കൊണ്ട് മടക്കലും, എഴുതി അയച്ച രൂപത്തിൽ വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ മടക്കലും നിർബന്ധമാകും. സലാം എത്തിച്ചു കൊടുത്തവൻ്റെ മേൽ മടക്കലും അതുകൊണ്ട് ആരംഭിക്കലും സുന്നത്ത് തന്നെ. അപ്പം നമ്മളടുത്ത് ഇന്നയാൾ വന്നിട്ട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയാളോട് നമുക്ക് ഈ പറഞ്ഞയാൾക്കും സലാം കിട്ടണം, പറഞ്ഞയച്ച ആൾക്കും കിട്ടണം. അതുകൊണ്ട് വാലൈക്ക വാലൈഹി സലാം എന്നാണ് പറയേണ്ടത്. നിൻ്റെ മേലും അയാളുടെ മേലും സലാം ഉണ്ടാകട്ടെ. ഈ വിഷയവുമായി വന്ന പ്രസിദ്ധമായ നബിവചനം അതിന് തെളിവാണ്.
മടക്കുമ്പോൾ സലാം പറഞ്ഞവന് ആദ്യം മടക്കണമെന്ന് ഫുഖഹാക്കളിൽ ചിലർ ഉദ്ധരിച്ചിരിക്കുന്നു. പിന്നെ കാഫിറിന് സലാം പറയൽ ഹറാമാണ്. മുസ്ലിമിനോടൊപ്പം അവനുണ്ടെങ്കിൽ മനസ്സാ അവനെ ഒഴിവാക്കൽ നിർബന്ധവുമാണ്. വിജനസ്ഥലത്ത് പ്രവേശിച്ചവൻ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. മലമൂത്ര വിസർജനം ചെയ്യുന്നവനും അതുപോലെ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനും ഭക്ഷണങ്ങൾ കഴിക്കുന്നവനും അതുപോലെ ഫാസിക്കിനും സലാം ചൊല്ലൽ സുന്നത്തില്ല. എന്നല്ല നാശത്തെ ഭയപ്പെടുക പോലെയുള്ള പ്രതിബന്ധമില്ലാത്തപ്പോൾ പരസ്യമായി പാപം ചെയ്യുന്നവനും വൻദോഷം ചെയ്തിട്ട് പശ്ചാത്തപിക്കാത്തവനും പുത്തനാശയക്കാരനും സലാം പറയാതിരിക്കലാണ് സുന്നത്ത്. നിസ്കരിക്കുന്നവൻ, സുജൂദ് ചെയ്യുന്നവൻ, ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവൻ, ഖുതുബ ഓതുന്നവൻ, അത് കേൾക്കുന്നവൻ മുതലായവർക്ക് സലാം ചൊല്ലൽ സുന്നത്തില്ല. അവർ ഖുതുബ കേൾക്കുന്നവനൊഴികെ മറ്റാർക്കും സലാം അടക്കൽ നിർബന്ധമില്ലതാനും. ഖുതുബ കേൾക്കുന്നവനത് നിർബന്ധമാണ്. മലമൂത്ര വിസർജനം ചെയ്യുന്നവനും ശൗച്യം ചെയ്യുന്നവനും സലാം അടക്കൽ കറാഹത്ത് കൂടിയാണ്. ഭക്ഷണം വായിലുണ്ടെങ്കിലും തീറ്റയിൽ ഏർപ്പെട്ടാൽ സലാം അടക്കൽ സുന്നത്താണ്. തന്നെയുമല്ല, ഒരു പിടി വിഴുങ്ങിയതിന് ശേഷം അടുത്ത പിടി വായിലിടുന്നതിന് മുമ്പ് അവന് സലാം പറയൽ സുന്നത്തുമുണ്ട്. അത് മടക്കൽ അവന് നിർബന്ധവുമാണ്. കുളിപ്പുരയിലായവനും തൽബിയത്ത് ചൊല്ലുന്നവനും വാക്കുകൊണ്ടും നിസ്കരിക്കുന്നവനും ബാങ്കും ഇഖാമത്തും വിളിക്കുന്നവനും ആംഗ്യം കൊണ്ടും സലാം അടക്കൽ സുന്നത്താണ്. ആംഗ്യം കൊണ്ട് മടക്കിയില്ലെങ്കിൽ ഇടവേള ദീർഘിപ്പിക്കാത്ത പക്ഷം അവയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം മടക്കണം. സലാം അടക്കൽ അവർക്ക് നിർബന്ധമില്ല. രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ചെറിയവൻ വലിയവനും നടക്കുന്നവൻ നിൽക്കുന്നവനും വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും നിൽക്കുന്നവനും കുറച്ചാളുകളുള്ള സംഘം കൂടുതൽ ആളുകളുള്ള സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. പിന്നെ ഈ സലാം പറയുന്ന സമയത്ത് ചിലർ ഈ സല്യൂട്ട് അടിക്കും പോലെ നെറ്റിയിലേക്ക് കൈയെടുത്ത് വെക്കുന്നതും കുനിയലും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം കറാഹത്താണ്. ധാരാളം പണ്ഡിതന്മാരെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തല കുനിക്കലും തല കൈകാലുകൾ മുതലായവയെ ചുംബിക്കലും വിശിഷ്യ പണക്കാരുടേത് കറാഹത്താണെന്ന് ഇമാം നവവി റളിയല്ലാഹു ഫത്വ കൊടുത്തിരിക്കുന്നു. ഒരാളൊരു ധനികന് താഴ്മ ചെയ്താൽ അവൻ്റെ മതത്തിൻ്റെ 2/3 അംശവും പോയി എന്ന നബി വചനമാണ് ഇതിന് തെളിവ്. നന്മ, അറിവ്, മഹത്വം മുതലായവയുടെ അടിസ്ഥാനത്തിൽ ചുംബിക്കൽ സുന്നത്താണ്. അബൂബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചിരുന്നു. നന്മ, അറിവ്, പിതൃത്വം, മാതൃത്വം, നീതിനിഷ്ഠയോടുകൂടിയ അധികാരത്വം മുതലായവയിൽ വ്യക്തമായ ശ്രേഷ്ഠതയുള്ളവന് വേണ്ടി എഴുന്നേൽക്കലും സുന്നത്ത് തന്നെ. അവനിൽ നിന്ന് ഗുണമാഗ്രഹിക്കുകയോ നാശത്തെ ഭയക്കുകയോ ചെയ്യുന്നവന് വേണ്ടിയും കടുത്ത ദ്രോഹങ്ങൾ ഭയപ്പെടുന്നത് കാഫിറിൽ നിന്നാണെങ്കിലും നിൽക്കൽ സുന്നത്താണെന്ന് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ തനിക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. യാത്ര കഴിഞ്ഞ് വന്നവനെ ചുംബിക്കലും ആലിംഗനം ചെയ്യലും സുന്നത്തുണ്ട്. നബിചര്യയാണ് ഇതിന് തെളിവ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.